നാലാമത്തെ ചോദ്യം, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സിൻ്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഈ സമഭുജ ത്രികോണത്തിൻ്റെ 3 മൂലയുടെ ബിന്ദുക്കളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. ഇവിടെ ഈ ഓയിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം 4 യൂണിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആധാരബിന്ദുവിൽ നിന്ന് എക്സ് അക്ഷത്തിൽ 4 യൂണിറ്റ് അകലെ എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് 4 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, എക്സ് അക്ഷവും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവാണ് അല്ലേ ഒറിജിൻ, ആധാരബിന്ദു. ആധാരബിന്ദുവിൻ്റെ സൂചകസംഖ്യ നമുക്കറിയാം, അതെത്രയാണ്? അത് 0, 0 അപ്പോൾ ഓയുടെ സൂചക സംഖ്യ നമുക്ക് കിട്ടി 0, 0. ഇനി ഈ ട്രയാങ്കിൾ ഞാൻ ഒ എ ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എയുടെ സൂചകസംഖ്യ എന്തായിരിക്കും വരിക? ബിയുടെ സൂചകസംഖ്യ എന്തായിരിക്കും വരിക? എയുടെ കോർഡിനേറ്റും കണ്ടുപിടിക്കണം, ബിയുടെ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. നോക്കുക, എയുടെ കോർഡിനേറ്റ് ഈ പോയിൻ്റ് എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. എക്സ് ആക്സിസിൽ 4ലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി വൈ കോർഡിനേറ്റ് ഇതിലേക്ക് പോകുന്നത് 0ലേക്ക്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്ത് വരും? 4, 0 എന്ന് പറയും. ഇനി ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ബിയുടെ എക്സ് ഏതിലേക്ക്, എക്സ് ആക്സിസിലേക്ക്, എക്സ് അക്ഷത്തിലേക്ക് പോയി ടച്ച് ചെയ്യുന്ന പോയിൻറ്റും കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ ഇത് വൈയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ വൈയിൽ പോയി ടച്ച് ചെയ്യുന്ന പോയിൻറ്റും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നോക്കാം, ഇത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്, സമഭുജ ത്രികോണമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 വശങ്ങൾ തുല്യമായിരിക്കുമല്ലോ അല്ലേ. 3 വശം തുല്യമാണ്. അപ്പോൾ ഈ 2 വശം എന്തായാലും തുല്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലംബം വരയ്ക്കുമ്പോൾ അത് ബേസിനെ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യില്ല, ഈക്വലായിട്ട് കട്ട് ചെയ്യും. ഇത് മൊത്തം 4 യൂണിറ്റ് ആയതുകൊണ്ട് ഇത് 2 യൂണിറ്റും ഇവിടെ 2 യൂണിറ്റും ആയിരിക്കും ഉണ്ടാവുക. 0-ൽ നിന്നും 2 യൂണിറ്റ് അകലെ എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് ഏതായിരിക്കും വരിക? 2. ഇവിടുന്ന് അങ്ങോട്ട് 3, 4 2 യൂണിറ്റും ഉണ്ടാവും, ഇവിടുന്ന് അങ്ങോട്ട് 2 യൂണിറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിലേക്ക് പോയി ടച്ച് ചെയ്തിട്ടുള്ളത് 2ലേക്കാണ് കിട്ടി അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചക സംഖ്യ എന്ന് പറയുന്നത്, ബിയുടെ എക്സ് സൂചക സംഖ്യ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഇതിന് വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ കിട്ടാൻ നോക്കുക, ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണം ആയതുകൊണ്ട് തന്നെ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90, ഇത് 30. നിങ്ങൾ 30, 60, 90 ആയിട്ടുള്ള ഒരു മട്ടത്രികോണം പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ വശങ്ങൾ ഏത് അംശബന്ധത്തിലായിരിക്കും? 1:√3:2 എന്ന അംശബന്ധത്തിൽ അല്ലേ. 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ ഉള്ളത് √3ഉം 90-നെതിരെ ഉള്ളത് എത്രയാണ്? 2 ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം, 30-നെതിരെ നിങ്ങൾക്ക് 5 തന്നുവെങ്കിൽ 60-നെതിരെയുള്ള നീളം നിങ്ങൾക്ക് എന്ത് പറയാം? യെസ്, 5√3 എന്ന് പറയാം. 90-നെതിരെയുള്ള വശമോ 30-നെതിരെയുള്ള വശത്തെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5 × 2 10 എന്ന് പറയാം. അപ്പോൾ 30-നെതിരെയുള്ള വശത്തെ √3 കൊണ്ട് ഗുണിച്ചാൽ 60-നെതിരെയുള്ള വശം കിട്ടും. 30-നെതിരെയുള്ള വശത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ 90-നെതിരെയുള്ള വശം കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ 30-നെതിരെയുള്ള ഈ നീളം, അപ്പോൾ നമുക്ക് 2 യൂണിറ്റാണ് കിട്ടിയിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ 60-നെതിരെയുള്ള ഈ നീളം, അതായത് ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? അതേ 30-നെതിരെയുള്ള നീളത്തെ √3 ഗുണിച്ചാൽ 60-നെതിരെയുള്ള ഈ നീളം കിട്ടും. അപ്പോൾ ഇത് 2√3 ആണെന്ന് നമുക്ക് കിട്ടും. 2√3. അപ്പോൾ ഈ ഹൈറ്റ് 2√3 ആണെങ്കിൽ, ഈ ഹൈറ്റ് 2√3 ആണെങ്കിൽ ഈ ഹൈറ്റും അത് തന്നെയല്ലേ വരിക? ഈ ഹൈറ്റും എത്ര തന്നെ വരിക? 2√3. അപ്പോൾ 0-ൽ നിന്നും 2√3 ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് ഏതാണ് വരിക? യെസ്, അത് 2√3 ആണ് ഈ പോയിൻ്റ് വരിക. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് പോയിട്ടുള്ളത്, ഇതിൻ്റെ വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ പോയിട്ടുള്ളതായിരിക്കുക 2√3 അല്ലേ. അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടി 2√3. അപ്പോൾ ബിയുടെ സൂചകസംഖ്യ നമുക്ക് വരും 2ഉം 2√3. ഓക്കെ.